Nucleus Premium Villas and Apartments, Close Encounter. Brought to you by Nucleus Premium Villas and Apartments, Kochi, Kottayam, Thiruvananthapuram. Live life. നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് ഈ ആഴ്ചയിലെ അതിഥി. സ്വാഗതം. 62,000 വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം പൊതുവിദ്യാലയങ്ങളിൽ കുറഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തെ കണക്ക്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ ആശങ്കാജനകമാണോ? തീർച്ചയായിട്ടും 61,000 കുട്ടികൾ കുറഞ്ഞു എന്നുള്ളത് തന്നെ അതിൻ്റെ ലക്ഷണമാണ്. 4 സ്കൂളുകൾ അടച്ചുപൂട്ടുന്നൊരു സ്റ്റേജിലേക്ക് എത്തി എന്നുള്ളത് മറ്റൊരു ലക്ഷണമാണ്. 1000 ചില്ലാനും സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ള ഭീഷണിയിലാണ് എന്നുള്ളത് മൂന്നാമത്തെ ഒരു ലക്ഷണമാണ്. ഇങ്ങനെ നിരവധി ലക്ഷണങ്ങൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൻ്റെ തകർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരവസ്ഥയിലാണ് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നത്. അധികാരത്തിൽ വന്ന ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കും എന്നുള്ളതാണ്. ഈ ഭീഷണിയും വെല്ലുവിളികളും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കും എന്ന് പറഞ്ഞത്. അതിൽ പ്രായോഗികമായി എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ സാധിക്കുക? ഇപ്പോൾ 4 സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് വാങ്ങിയ സ്കൂളുകൾ സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ 1000-ഓളം സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ള പ്രക്രിയ തുടങ്ങിയിരിക്കുകയാണ്. സർക്കാർ മുന്നിൽ കാണുന്നത് എന്തൊക്കെയാണ്? ഈ 4 സ്കൂളും മറ്റ് സ്കൂളും 2 തരത്തിലാണ് സർക്കാർ അഭിമുഖീകരിക്കുന്നത്. 4 സ്കൂളിൽ വ്യക്തമായി കഴിഞ്ഞു. സുപ്രീം കോടതിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും വിധി വന്നതിന് ശേഷം സർക്കാരിന് ഏക പോംവഴി അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അത് അക്വയർ ചെയ്യാനുള്ള നടപടികളിലൂടെ സർക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അക്വയർ ചെയ്യുന്നവരെ ആ സ്കൂളുകളിലെ കുട്ടികൾ മറ്റൊരു സംവിധാനം ഉപയോഗിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്കൂൾ എന്ന രീതിയിൽ അവിടെ ഉണ്ട്, ആ കോമ്പൗണ്ടിലല്ല എന്ന രീതിയിലുണ്ട്. ഇതല്ല മറ്റ് സ്കൂളുകളുടെ പ്രശ്നം. 1000 ചില്ലാനും സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ള ഭീഷണി ഇതേപോലെ അല്ല, വ്യത്യസ്തമാണ്. സ്കൂളിൽ നിന്ന് സ്കൂൾ വിഷയം വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇന്നലെ മുതൽ ഒരു പഠനം ആരംഭിച്ചു കഴിഞ്ഞു. ഓരോ സ്കൂളിൻ്റെ ഡാറ്റാബേസ് എടുക്കാനാണ്. അന്നത്തെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അത്. അതായത് എങ്ങനെയാണ് സ്കൂൾ ഉണ്ടായത്, അതിൻ്റെ ചരിത്രം, ഭൂമിയുടെ ചരിത്രം, ഭൂമിയുടെ ഉടമസ്ഥത, ഇതെല്ലാം വെച്ചുകൊണ്ട് ഓരോ സ്കൂളിനും ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. കുറച്ച് നാളുകൾക്കുള്ളിൽ ആ ഡാറ്റാബേസ് വ്യക്തമാകും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ സ്കൂളും പൂട്ടാതിരിക്കാൻ എന്ത് നടപടി എടുക്കണം എന്നുള്ളത് ഒരു പ്ലാൻ തന്നെ ഉണ്ടാക്കാൻ കഴിയും. നിലവിലെ അവസ്ഥയിൽ 1 വർഷത്തെ നോട്ടീസ് കൊടുത്താൽ മാനേജർക്ക് സ്കൂൾ പൂട്ടാം. KR നിയമ ഭേദഗതി നേരത്തെ തന്നെ ചർച്ചകളിലുണ്ട്. ഇപ്പോൾ പക്ഷേ ഒരു അടിയന്തര സാഹചര്യം വന്നിരിക്കുകയാണല്ലോ. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തന്നെ അതിനുള്ള നടപടികൾ ഉണ്ടാകുമോ? അത് തീരുമാനിക്കപ്പെടണം. ഏതായാലും അടിയന്തരമായി KR പരിഷ്കരണത്തിനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. നിരവധി നിർദ്ദേശങ്ങൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നടക്കുന്ന ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന പുതിയ നിർദ്ദേശങ്ങൾ കണക്കിലെടുത്ത് എത്രയും വേഗം KR പരിഷ്കരണം. പക്ഷേ KR പരിഷ്കരണം മാത്രം ചില സ്കൂളുകൾ പൂട്ടാതിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓരോ സ്കൂൾ എന്തുകൊണ്ട് പൂട്ടുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് അത് തിരിച്ച് പഴയ അവസ്ഥയിലെത്തിക്കാൻ എന്ത് നടപടി എടുക്കണമെന്നുള്ള വളരെ ദീർഘവീക്ഷണത്തോടുള്ള പ്ലാനാണ് തയ്യാറാക്കുന്നത്. അതിൽ KR പരിഷ്കരണം വേണ്ടി വന്നേക്കാം. ഇവിടെ സ്കൂളുകൾ ഏറ്റെടുക്കുന്ന കാര്യം പറയുമ്പോൾ അതിന് കൃത്യമായ ഒരു റോഡ് മാപ്പ് ഉണ്ടോ? ആ സ്കൂൾ അത് നിലനിൽക്കുന്ന സ്ഥലം ഏറ്റെടുത്ത് അത് സർക്കാർ നടത്തുക എന്നുള്ളതാണോ? അതല്ല എങ്കിൽ ഉടമയ്ക്ക് പണം കൊടുത്തുകൊണ്ട് അതിനെ അക്വയർ ചെയ്യുക എന്നുള്ളതാണോ? കൃത്യമായി എന്താണ് പ്രായോഗികമായിട്ടുള്ള അക്വിസിഷൻ? റവന്യൂ നിയമം അനുസരിച്ചുള്ള അക്വിസിഷനാണ്. അതേ ഇനി ഈ 4 സ്കൂളിൻ്റെ കാര്യത്തിൽ പോംവഴിയുള്ളൂ. മറ്റത് 14(2) അനുസരിച്ച് ടേക്ക് ഓവർ ചെയ്യാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ പരിശോധിക്കും. ഇവിടെ അക്വിസിഷനാണ് 4 സ്കൂൾ. അതായത് സർക്കാർ ഏറ്റെടുക്കുകയാണ്. സർക്കാർ ഭൂമിയായി, സർക്കാർ സ്കൂളായി. പിന്നെ അത് എയ്ഡഡ് സ്കൂളല്ല, പിന്നെ അത് മാനേജ്മെൻറ്റ് നടത്തുന്നതല്ല, അത് സർക്കാർ നേരിട്ട് നടത്തി സർക്കാർ സ്കൂളായിട്ട് മാറുകയാണ്. പൊതുവിദ്യാഭ്യാസത്തിന് 57-ൽ തന്നെ ആരംഭം കുറിച്ചത് അങ്ങനെയാണ്. അതിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിന് മങ്ങലേൽക്കുന്ന കാലത്ത് അതിൻ്റെ ഒരു പുനർജനനം എന്നോ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാർ ഈ സ്കൂളുകൾ ഏറ്റെടുക്കുന്നത്. വിൽക്കാൻ സമ്മതിക്കില്ല, കച്ചവടമല്ല വിദ്യാഭ്യാസം എന്നുള്ള സന്ദേശം സമൂഹത്തിന് നൽകാൻ വേണ്ടി തന്നെയാണ് ഇത്രയും പണം ഇൻവെസ്റ്റ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചത്. മാനേജർമാർക്ക് ആ സ്കൂളിലിരിക്കുന്ന സ്ഥലം മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചാൽ കൂടുതൽ ലാഭമുണ്ടാകുമെന്ന താല്പര്യം ഉണ്ട് സ്വാഭാവികമായും. അവർ ചോദിക്കുന്നത് ഈ സ്കൂൾ ആർക്കാണ് വേണ്ടത് എന്നാണ്. കാരണം ഈ നാട്ടുകാർക്ക് ഈ സ്കൂൾ വേണമെങ്കിൽ അവർ മക്കളെ ഈ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുമായിരുന്നു. ഇങ്ങോട്ട് കുട്ടികളെ അയക്കുന്നില്ല, പിന്നെ ഞങ്ങൾ എന്തിന് സ്കൂൾ നടത്തണം എന്നുള്ളതാണ് അവരുടെ ചോദ്യം. സ്വാഭാവികമാണ്.
വിൽക്കണം എന്നുള്ളവർക്ക് ആ ചോദ്യമാണ് ഏറ്റവും പ്രസക്തമാകുന്നത്. ഈ ജനങ്ങൾക്ക് തോന്നാം ശരിയല്ലേ എന്ന്. പക്ഷേ സ്കൂൾ കുട്ടികൾ അവിടെ വരാതിരിക്കുവാൻ നിരവധി നടപടികളെടുക്കാം. ലക്ഷ്യം ഭൂമി വിൽക്കലാണ് എങ്കിൽ സ്കൂൾ നഷ്ടത്തിലാകണമെന്ന് പറയാവുന്ന രീതിയിൽ വർഷങ്ങളായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കാം ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഭൂമി വിൽക്കാൻ. കുട്ടികളവിടെ വരാത്തതുകൊണ്ടൊന്നുമല്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെയുള്ള അവസ്ഥയിൽ തിരിച്ച് ഇടപെട്ടാൽ, സ്കൂൾ നന്നാക്കാനുള്ള ഇടപെടുണ്ടായാൽ അവിടെ കുട്ടികൾ വർദ്ധിക്കും. ഇപ്പോഴും സ്കൂൾ നടത്തുന്ന മാനേജർമാരുണ്ടല്ലോ, അവർ പറയുന്നത് ഞങ്ങൾക്ക് സ്കൂൾ പൂട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ശമ്പളം സർക്കാർ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടത് വലിയ ബാധ്യതയായി വന്നിരിക്കുകയാണ്. ഓരോ വർഷവും വേണ്ടി വരുന്ന ചെലവ് വളരെ വലുതാണ്. സർക്കാർ നൽകുന്ന ഗ്രാൻഡ് പൂർണ്ണമായും അപര്യാപ്തമാണ്. ഇങ്ങനെയുള്ള അവസരത്തിൽ ഞങ്ങൾ കടം വാങ്ങിച്ച് ഈ സ്കൂൾ പുനരുദ്ധരിക്കുക, ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് നടക്കുന്നത്. അത് എത്ര കാലം നടക്കുമെന്നാണ് അവർ ചോദിക്കുന്നത്. അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാഴ്ചപ്പാട്, കച്ചവട കാഴ്ചപ്പാടിൽ ചോദ്യങ്ങളാണത്. ഒരു സ്കൂള് ഒരു മാനേജർ ആരംഭിച്ചത് ഈ ലക്ഷ്യത്തിലല്ലല്ലോ. ആ മാനേജർ ഇപ്പോഴുള്ള മാനേജർ ആയില്ലായിരിക്കും, മറ്റൊരു മാനേജറാണ്. ഒരു മാനേജർ എന്ന് പറയുന്ന ഒരു സംവിധാനം സ്കൂൾ ആരംഭിക്കുന്നത് ഈ സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സ്കൂൾ കൊണ്ടു നടക്കുന്ന, പിൽക്കാലത്ത് കൊണ്ടു നടക്കുന്നവരുടെ ചുമതല ആ സങ്കല്പം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. ഭൂമി വിൽക്കാൻ ആഗ്രഹമുള്ള ഒരു പറ്റം മാനേജർമാർ മാത്രമാണോ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പ്രശ്നം? അതിനേക്കാൾ ഗുരുതരമായ പ്രതിസന്ധികളില്ലേ? ഇന്ന് വന്ന ഒരു വാർത്ത ഞാൻ ചൂണ്ടിക്കാണിക്കാം. തിരൂരങ്ങാടിയിലെ ഒരു സ്കൂളിൽ വേണ്ടത്ര അധ്യാപകരില്ലാത്തത് കൊണ്ട് അവിടുത്തെ 150 വിദ്യാർത്ഥികൾ TC വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് പോയി എന്നുള്ളതാണ്. ഇങ്ങനെ അധ്യാപകരുടെ പ്രശ്നം, അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നം, ഇവ എയ്ഡഡ് സർക്കാർ മേഖലയിൽ വലിയ പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും അതെ. ഇപ്പം നിലനിൽക്കുന്ന പ്രശ്നമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 2-3 പ്രശ്നം ഞാൻ പറഞ്ഞുള്ളൂ, സങ്കീർണമായ ഒരുപാട് പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾ മറികടക്കത്തക്ക രീതിയിൽ പൊതുജനം സ്കൂളിൽ ഇടപെടണം. ഇത് ജനകീയമായിട്ടല്ല പലപ്പോഴും ഒരു സ്കൂൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ജനാധിപത്യപരമായൊരു സ്കൂൾ വളർത്താൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ട് സ്കൂൾ വളരും. അപ്പോൾ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ജനാധിപത്യ വിദ്യാഭ്യാസം നിലനിർത്താൻ ജനാധിപത്യപരമായി ഇടപെടുന്ന സംവിധാനം ഉണ്ടാക്കിയാൽ ആ സ്കൂൾ വളരും. ആ സ്കൂളിൻ്റെ വളർച്ച അങ്ങനെ അല്ലെങ്കിൽ അത് പഠിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, സ്പെസിഫിക്കാണ്, സ്കൂൾ സ്പെസിഫിക്കാണ് വിഷയം. അല്ല, അതിനപ്പുറത്തുള്ള പൊതു കാരണമില്ലേ? അതായത് നമ്മുടെ പൊതുവിദ്യാഭ്യാസം അനാകർഷകമാണ് എന്നുള്ള ഒരു മനോഭാവം ഉള്ളപ്പോഴാണല്ലോ സാമ്പത്തിക നില ഇല്ലാത്തവരും ഫീസ് കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കാം എന്ന് വയ്ക്കുന്നത്. അതെ, അത് അനാകർഷകമായി വരികയാണ്. എന്തുകൊണ്ട്? പൊതുവിദ്യാഭ്യാസത്തിൽ നിൽക്കുന്ന സർക്കാർ സ്കൂളുകളിൽ അതുവരെയുള്ള ഇടപെടൽ, സർക്കാരിൻ്റെ ഇടപെടലിന് ഒരു സർക്കാരിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഇതുവരെയുള്ള ഇടപെടലുകളെല്ലാം പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അർത്ഥസങ്കല്പങ്ങൾ നിലനിൽക്കണമെന്ന രീതിയിലായിരുന്നില്ല. നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളെ അയച്ചാൽ അവർക്ക് ഭാവിയിൽ മത്സരക്ഷമത ഉണ്ടാകില്ല എന്ന കാഴ്ചപ്പാട് സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ കൂടി മാറ്റാൻ തക്കവണ്ണമുള്ള ഇടപെടൽ നടത്തേണ്ടി വരില്ലേ? അത് സത്യമല്ല. അത് പക്ഷേ ഒരു ധാരണയുണ്ട് എന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷേ ശരിയല്ല. ഇപ്പോൾ IAS കിട്ടുന്നവരോ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നവരോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും, ഞാൻ MSc കെമിസ്ട്രി 26 ബാച്ച് പഠിപ്പിച്ച ആളാണ്. 26 MSc കെമിസ്ട്രി ബാച്ചിൻ്റെയും ചരിത്രം എൻ്റെ കയ്യിൽ രേഖയിലുണ്ട്. അതിൽ 80% പേര് വന്നത് പൊതുവിദ്യാഭ്യാസത്തിൽ നിന്നാണ്. അതാണ് കണക്ക്. പലർക്കും അറിയില്ല അത്. അപ്പം അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസത്തിലൂടെ വന്നവർക്ക് അവരുടെ പൊട്ടൻഷ്യൽ വികസിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷേ ഒരു ധാരണ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവിടെ ഇടപെടേണ്ടി വരും. അതെ, അവിടെ ഒരു ബോധവൽക്കരണം നടത്തും. ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ ക്ലാസ്സിലും വിദ്യാർത്ഥി ആർജിക്കേണ്ട ബോധന നിലവാരം അവർ ആർജിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള മൂല്യനിർണ്ണയ സംവിധാനം ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പൊതുപ്രവണത അല്ലെങ്കിൽ പൊതുബോധം വരുന്നത് എല്ലാവരും പാസ്സാകുന്നു, ഗുണനിലവാരമില്ല പൊതുവിദ്യാഭ്യാസത്തിന് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ മറികടക്കാനുള്ള ബോധപൂർവമായ ഇടപെടൽ സർക്കാരിൽ നിന്ന് ഉണ്ടാകണമല്ലോ. തീർച്ചയായിട്ടും. ഏതർത്ഥത്തിലാണ് അത് ഉണ്ടാവുക? ഏത് തരത്തിലാണ്? അല്ല, 2 തരം. അത് നിരവധി തരങ്ങളുണ്ട്. അതായത് അതിൻ്റെ മറ്റേ രീതിശാസ്ത്രം എന്ന് പറയുന്നത് വിവിധ തലങ്ങളിലൂടെയാണ്. അല്ല, ഒറ്റ ദിശയിലൂടെ ഇത് മാറ്റിയെടുക്കാൻ കഴിയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട രീതി ടീച്ചർ സെൻറ്റേഡ് എഡ്യൂക്കേഷനാണ്. ടീച്ചർ സെൻറ്റേഡ് എഡ്യൂക്കേഷൻ ഇത് ഒരു പഴയ ഒബ്സലീറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതായത് ഒരു 45 കുട്ടികളുണ്ടെങ്കിൽ 45 കുട്ടികൾ ഒരു യൂണിറ്റായിട്ട് കാണുക, എന്നിട്ടൊരു വിഷയം പഠിപ്പിക്കുക. ഈ 45 കുട്ടികൾ ഒരു യൂണിറ്റ് അല്ല, 45 യൂണിറ്റുകളാണ്. അത് ഒരു യൂണിറ്റാണെന്ന രീതിയിൽ നമ്മളൊരു വിഷയം പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ 45 കുട്ടികളും അത് അസിമിലേറ്റ് ചെയ്തോളണമെന്നില്ല. ഇങ്ങനെയാണ് ഈ വിഷയത്തിൽ ചിലർ പുറകോട്ട് പോകുന്ന ഒരു പാർശ്വവൽക്കരണം നടക്കുന്നതും ചിലർ അതിൽ അപ്പർ ഹാൻഡ് നേടുന്നു. അതൊരു കുട്ടിക്ക് കഴിവ് കുറവുണ്ടായിട്ടല്ല, ഈ സമീപന രീതിയുടെ പ്രത്യേകതയാണ്. നേരെ മറിച്ച്
ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യം ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷൻ, സെൻറ്റർ കുട്ടിയാണ്, ടീച്ചറല്ല. അവിടെ ആ കുട്ടിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുമ്പോൾ 45 കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടിയാണ് ഒരു യൂണിറ്റ്, ഒരു ക്ലാസ് അല്ല ഒരു യൂണിറ്റ്. അപ്പോൾ ആ കുട്ടിയെ മനസ്സിലാക്കി ആ കുട്ടിക്ക് പല മേഖലയിലും പിന്നോക്കാവസ്ഥ ഉണ്ടാവാം, ചരിത്രപരമായി വന്നതാവാം, കുടുംബപരമായി വന്നതാവാം. ആ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവനെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ക്ലാസ്സിൽ മൊത്തമുള്ള കുട്ടികൾക്കെല്ലാം ഒരേ വിഷയം ഒരുപോലെ എത്തിക്കാൻ കഴിയും. ഇന്നൊരു ക്ലാസ്സിലെ കുറേ കുട്ടികൾ പിന്നോക്കം പോകുന്നു, അവർക്ക് എൻട്രൻസ് എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ആ കുട്ടിയുടെ കുഴപ്പമല്ല അത്. നേരെ മറിച്ച് ആ കുട്ടിയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ അശാസ്ത്രീയതയാണ്. അതിനപ്പുറത്ത് മറ്റു വിഷയങ്ങൾ കൂടി ചർച്ചയാവുന്നുണ്ട്. 90കളുടെ അവസാനം പാഠ്യപദ്ധതി പരിഷ്കരിച്ചിരുന്നു. അത് നിലവിലുള്ള ബോധനശാസ്ത്രത്തെ വലിയ തോതിൽ തന്നെ മാറ്റിക്കൊണ്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു. ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് വന്നിട്ടുള്ള മാറ്റം ഗുണപരമായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒന്നുണ്ടോ? അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ? ഇനിയും പാഠ്യപദ്ധതി പരിഷ്കരണം ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പാഠ്യപദ്ധതിയും അതുപോലെ തന്നെ അപ്രോച്ചാണ് അതിൽ ഏറ്റവും പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞ 90കളുടെ അവസാനം വന്ന ഒരു മാറ്റം യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും കേരളം ഉൾക്കൊണ്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉൾക്കൊള്ളാത്തപ്പോൾ ഒരു ബോധനശാസ്ത്രം പൂർണ്ണമായിട്ടും നമ്മൾ അംഗീകരിക്കില്ല, നടപ്പിലാക്കില്ല. അതിലെ അപാകത തിരിച്ചറിഞ്ഞുകൊണ്ട് ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷൻ തിരിച്ചു കൊണ്ടുവരിക തന്നെ വേണം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എളുപ്പമുള്ള കാര്യമല്ല പറയുന്നത്. പക്ഷേ ലോങ് റണ്ണിൽ കേരളത്തിൽ നേരത്തെ പറഞ്ഞ പ്രശ്നം പരിഹരിക്കുന്നത്, അതായത് പൊതുവിദ്യാലയത്തിൽ വരുന്ന കുട്ടികൾ ഒരു ഹൈ പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികളായിട്ട് മാറുന്നില്ല എന്നുള്ള പ്രശ്നം പരിഹരിക്കാൻ ഒരു കുറുക്കുവഴി അല്ല ഉള്ളത്, മറിച്ച് അവൻ്റെ പൊട്ടൻഷ്യൽ യഥാർത്ഥത്തിൽ വളർത്താനുള്ള ഒരു സമീപനം വളർത്തുക എന്നുള്ളത് തന്നെയാണ്. പൊതുവിദ്യാലയത്തിൽ അയക്കാതെ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ അയക്കുന്ന പ്രവണത കൂടുന്നുണ്ട്. പക്ഷേ ആ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഒരു ക്വാളിറ്റി ചെക്ക് എപ്പോഴെങ്കിലും നടക്കുന്നുണ്ടോ? അവിടുത്തെ അധ്യാപകരുടെ യോഗ്യത സംബന്ധിച്ച്, അവരുടെ അധ്യയനത്തിൻ്റെ പര്യാപ്തത സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പരിശോധന നടക്കാറുണ്ടോ? അല്ല, ഇതുവരെ അങ്ങനെ നടക്കുന്നില്ല. ഇന്നലെ ഇത് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു. ഇന്നലെ ഒരു അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്വാശ്രയ കോളേജിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ കുറേ മാനേജർമാർ, അതിൻ്റെ ഉടമസ്ഥർ എന്ന് പറയാവുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിരുന്നു. അവർ എഞ്ചിനീയറിംഗ് കോളേജിൽ പലതും പൂട്ടാൻ പോകുന്നു, കണ്ടുണ്ടാവും 5 എഞ്ചിനീയറിംഗ് കോളേജ് പൂട്ടാൻ പോകുന്നു എന്നൊക്കെ പല കാര്യങ്ങളും. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞൊരു പോയിൻ്റ് ഇതാണ്: കുട്ടികൾ ഒരു വിദ്യാലയത്തിൽ വരുന്നത് ആ വിദ്യാലയത്തിൻ്റെ സ്ട്രക്ചറൽ ഭംഗി കണ്ടുകൊണ്ടൊന്നുമല്ല, മറിച്ച് ഒരു അക്കാഡമിക് എക്സലൻസ് ആണ് അവർ എപ്പോഴും ശ്രദ്ധിച്ച് അങ്ങോട്ട് കുട്ടിയെ വിടുന്നത്. അതിൽ ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു അക്കാഡമിക് സ്റ്റാഫ് കോളേജ് തന്നെ ഉണ്ടാക്കാനുള്ള നിർദ്ദേശം ഞാൻ കൊടുക്കും. കാരണം പീരിയോഡിക്കലായിട്ട് കൃത്യമായിട്ട് അപ്ഡേഷൻ നടക്കണം. പുതിയ ടെക്നോളജി വരുന്നത്, പുതിയ ഇത് വരുന്നത് അധ്യാപകരിലേക്ക് എത്തിച്ചാലേ യഥാർത്ഥത്തിൽ അവർ അപ്ഡേറ്റ് ചെയ്യപ്പെടുള്ളൂ. ആ അപ്ഡേഷൻ അൺഎയ്ഡഡിൽ ആര് കുട്ടിയെ പഠിപ്പിക്കുന്നോ അവിടെയൊക്കെ നടക്കണം. എയ്ഡഡും അതുപോലെ തന്നെ മറ്റേ ഗവൺമെൻറ്റും അൺഎയ്ഡഡും ഒക്കെ ആരാണോ വിദ്യാഭ്യാസ സ്ഥാപനം റൺ ചെയ്യുന്നത് അവരുടെ ചുമതലയാണ് ഈ അധ്യാപകർ അപ്ഡേറ്റ് ചെയ്യാറ്. അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് മര്യാദയ്ക്ക് ശമ്പളം കിട്ടാറ് പോലുമില്ല എന്ന അവസ്ഥ കൂടിയുണ്ട്. അങ്ങനെയുള്ള ധാരാളം ചൂഷണങ്ങൾ, അവിടേക്ക് വിദ്യാർത്ഥികൾ പോകുന്നു, അവർക്ക് വളരെ കൃത്യമായ തരത്തിലുള്ള അധ്യയനം അവിടെ ലഭിക്കുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. അങ്ങനെയൊക്കെ വളരെ വലുതല്ലേ ഈ പ്രതിസന്ധി? എന്താ സംശയം? വലുതല്ല എന്നല്ല, ഇത് വലിയ പ്രളയം പോലെ വലിയ വിഷയമാണ് ഇപ്പോൾ കേരളത്തിൽ. എയ്ഡഡ്, അൺഎയ്ഡഡ്, സ്വാശ്രയ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, ഇതിലെല്ലാം മെത്തഡോളജി, പെഡഗോജി ഇതെല്ലാം വ്യത്യാസപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതൊന്നും പെട്ടെന്ന് ഒരു ദിശയിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. പക്ഷേ പരിഹരിക്കാൻ ഒരു ദിശാബോധമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. ഇത് അൺഎയ്ഡഡ് അങ്ങോട്ട് പൊക്കോട്ടെ, സർക്കാർ ഇങ്ങോട്ട് പൊക്കോട്ടെ, എയ്ഡഡ് അങ്ങോട്ട് പൊക്കോട്ടെ, പോകുന്നത് പോലെ പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ പോകുള്ളൂ. പക്ഷേ അതിൽ കൃത്യമായ ദിശാബോധമുണ്ടോ? എനിക്കൊരു സംശയമില്ല. ഈ വർഷം, അടുത്ത വർഷം, പിന്നത്തെ വർഷം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ദിശ കേരളം ഇനി അനുവർത്തിച്ചേ പറ്റൂ. അനുവർത്തിച്ചാൽ നാളെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്താൻ പറ്റും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നാൽ സ്വാശ്രയ സ്ഥാപനങ്ങൾ കൂണുപോലെ ഒരു കാലത്തുണ്ടായി, വിശേഷിച്ച് എഞ്ചിനീയറിംഗ് കോളേജുകൾ. പക്ഷേ അവിടുത്തെ വിജയശതമാനം വളരെ കുറവാണ്. ഇപ്പോൾ അവർക്ക് കുട്ടികളെ കിട്ടാത്ത അവസ്ഥയും വരുന്നു, പലതും അടച്ചുപൂട്ടൽ ഭീഷണിയും നേരിടുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച് ഈ സർക്കാരിൻ്റെ പദ്ധതി എന്താണ്? ഉന്നത വിദ്യാഭ്യാസ രംഗത്താണ് കൂടുതൽ വാസ്തവത്തിൽ ഇടപെടേണ്ടത്. മറ്റേ ജനറൽ എഡ്യൂക്കേഷൻ 12ാം ക്ലാസ് വരെയെല്ലാം കുറേയെല്ലാം മെച്ചപ്പെട്ടു വരുന്ന അതിൽ പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വാസ്തവത്തിൽ വലിയ ഇടപെടലുകൾ കുറേ വർഷങ്ങളായിട്ട് നടന്നിട്ടില്ല.
കുറേ യൂണിവേഴ്സിറ്റികൾ വന്നു എന്നുള്ളതാണ് ഒരു ഇടപെടലായിട്ട് നമുക്ക് പറയാവുന്നത്. യൂണിവേഴ്സിറ്റികളുടെ എണ്ണം വർദ്ധിച്ചതുകൊണ്ട് സർവകലാശാല രംഗത്തുള്ള പഠനം, ഉന്നത വിദ്യാഭ്യാസം വളർന്നു എന്ന് പറയാൻ കഴിയില്ല. അക്കാദമിക് ഇൻപുട്ട് അവിടെ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് അക്കാദമിക് ഓട്ടോണമി വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഉന്നത വിദ്യാഭ്യാസത്തിൽ അക്കാദമിക് ഓട്ടോണമിയാണ്. ഇന്നലെ ഞാനൊരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ടെക്സ്റ്റ് ബുക്ക് വേണം എന്നുള്ളൊരു അഭിപ്രായം ഒരാൾ പറഞ്ഞു. വാസ്തവത്തിൽ അത് തെറ്റാണ്. ഹയർ എഡ്യൂക്കേഷനിൽ വരുന്തോറും റഫറൻസാണ് പ്രധാനപ്പെട്ടത്. വിഷയ പഠനവും അതിൻ്റെ റഫറൻസിലൂടെ മാത്രമേ ഒരു കുട്ടിയുടെ അക്കാദമിക് തലം വളർത്തിയെടുക്കാൻ കഴിയൂ. അത്തരത്തിൽ നമുക്ക് നല്ല ലൈബ്രറികളില്ല, നല്ല ലബോറട്ടറികളില്ല. കേരളത്തിൽ എടുത്തു പറയാവുന്ന അത്തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല. അതുകൊണ്ട് നമുക്കിതെല്ലാം മെച്ചപ്പെടുത്തിക്കൊണ്ടൊരു ഇൻഫർമേഷൻ പവർ ഹൗസ് വരെ കേരളത്തിലുണ്ടാവണം. യൂണിവേഴ്സിറ്റികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കുറേ ഗവേഷണമൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ മോശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. കുറേയൊക്കെ നടക്കുന്നു. പക്ഷെ എന്ത് നടക്കുന്നു എന്ന് ആർക്കും അറിയില്ല. ഇതെല്ലാം ജനങ്ങളിൽ എത്തിക്കേണ്ട ഒരു ചുമതലയുണ്ട്. അതായത് അക്കാദമിക് ഔട്ട്പുട്ടും ജനങ്ങളും തമ്മിലൊരു ബന്ധം. അത് അക്കാഡമിക് തലത്തിലുള്ള ബന്ധമുണ്ട്, ലേമാൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ സാധാരണക്കാർ ജനപ്രതിനിധികളായിട്ട് ബന്ധമുണ്ട്. ഇതെല്ലാം മണ്ണിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റണം. അതായത് സർവകലാശാലയിൽ നടക്കുന്ന ഗവേഷണ ഫലങ്ങൾ ജനങ്ങളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത്, മണ്ണിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ജനങ്ങൾ അതിൻ്റെ ഫലം അനുഭവിക്കുമ്പോൾ സർവകലാശാലകൾ അതിൻ്റെ ഉൽപ്പാദനം നമുക്ക് വേണ്ടിയാണ് എന്ന് ജനങ്ങൾക്ക് തോന്നും. ഇന്നത് തോന്നുന്നില്ല. ഈ തോന്നലുണ്ടാക്കുന്ന ഒരു ഇൻറ്ററാക്ഷനിലൂടെ അക്കാദമിക് തലത്തിൽ കുറേ കൂടി ആവേശവും സന്തോഷവും ഉണ്ടാകാനുള്ള സാധ്യത. അതിനൊരു പദ്ധതിയുണ്ടോ? ഇടതുപക്ഷത്തിൻ്റെ വാഗ്ദാനം തന്നെ അന്തർദേശീയ നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉയർത്തും എന്നാണ്. അതെങ്ങനെ എന്നുള്ള കാര്യത്തിൽ അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ജനങ്ങളും യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള ബന്ധം വളർത്തുക. അതായത് ജനാധിപത്യ പ്രക്രിയ, എൻ്റെ സയൻസ് ഇതാണ്. ജനാധിപത്യ രാഷ്ട്രത്തിൽ, ജനാധിപത്യ പ്രക്രിയയിൽ വിദ്യാഭ്യാസം ജനാധിപത്യ മതനിരപേക്ഷമാകുമ്പോൾ ആ എലിമെൻ്റ് എല്ലാ മേഖലയിലും ഉണ്ടാവണം. ഇതിൽ നിന്ന് അന്യമായി നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ വലിയ അക്കാഡമിക് പ്രൊഡക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. ജനാധിപത്യ മതനിരപേക്ഷ വിദ്യാഭ്യാസം ജനാധിപത്യ രാഷ്ട്രത്തിൽ നടക്കുമ്പോൾ ഈ സ്കൂളിൻ്റെയും വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ മേഖലയിലും ഈ ആശയം ഉണ്ടാവണം. എങ്കിലേ മതനിരപേക്ഷ ജനാധിപത്യ ഉൽപ്പാദനം, അറിവിൻ്റെ ഉൽപ്പാദനം അവിടെ ഉണ്ടാവുള്ളൂ. അതുണ്ടാവണമെങ്കിൽ ഇത് തമ്മിലുള്ള ബന്ധം വേണം. അതില്ല. കുറേ കമ്പ്യൂട്ടർ കൊടുത്തോണ്ടോ കുറേ പുതിയ ഇൻസ്ട്രുമെൻ്റ് ഒരു ലബോറട്ടറിയിൽ ഒരു സർവകലാശാലയിൽ ഉള്ളായതുകൊണ്ടോ കേരളത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയാവില്ല. UDF സർക്കാരിൻ്റെ കാലത്ത് 2005 ഒരു ആഗോള വിദ്യാഭ്യാസ സംഗമം നടന്നിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും നടന്നിരുന്നു. രണ്ടിനോടും നിഷേധാത്മകമായ സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിച്ചിരുന്നതും. വിദേശ സർവകലാശാലകൾ ഇവിടേക്ക് വരികയും ഇവിടെയുള്ള സർവകലാശാലകളുമായി ടൈപ്പ് ഉണ്ടാക്കുകയും അങ്ങനെയുള്ള ഒരു ആഗോള വിവരവിനിമയ പ്രക്രിയ നടക്കുകയും ചെയ്യുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? കുഴപ്പമുണ്ട്. സൂക്ഷിച്ച് ചെയ്തല്ലേ കുഴപ്പമുണ്ട്. പൂർണ്ണമായിട്ടും കുഴപ്പമുണ്ടെന്നല്ല എൻ്റെ അർത്ഥം. അതായത് നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസത്തെ മുന്നോട്ട് പോകാൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ അത് അപകടമാണ്. ഒട്ടും വരരുത്, ഒരു പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വേണ്ടെന്നുള്ള മൗലികമായ നിലപാടല്ല. പക്ഷേ നമ്മുടെ ചിന്തകൾ, ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒന്ന്, മുഴുവൻ ശ്രദ്ധിച്ചോ എന്നറിയില്ല. മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസ സങ്കല്പങ്ങൾ വികസിപ്പിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള സാംസ്കാരിക സാമൂഹിക പശ്ചാത്തലം ഉണ്ടാവണം. നമ്മുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഈ ആശയം ഉണ്ടാവണം. ഇത് ഫോറിൻ ക്യാപിറ്റലിനുണ്ടാവില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഫോറിൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫൈനാൻസ് ക്യാപിറ്റലാണ്. ഇതുവരെ ഒരു പക്ഷേ 90s മുമ്പ് ഉണ്ടായിരുന്നത് വേണമെങ്കിൽ പ്രൊഡക്റ്റീവ് ക്യാപിറ്റലാണ് എന്ന രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. 91 ശേഷം, അതായത് ന്യൂ ലിബറലിസം വന്നതിന് ശേഷം ഇന്ന് ക്യാപിറ്റൽ ഫൈനാൻസ് ക്യാപിറ്റലാണ്. ഫൈനാൻസ് ക്യാപിറ്റൽ വളരെ ഭീമമായിട്ട് ഒരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടാൽ ആ മേഖലയെ ഫൈനാൻസ് ക്യാപിറ്റൽ ഹൈജാക്ക് ചെയ്യുമെന്നല്ലാതെ ഡെമോക്രസി ഒരിക്കലും അതിന് ചിന്തിക്കാറില്ല. ആ ഇൻവെസ്റ്റ്മെന്റിന് ഗുണപരമായ ഫലങ്ങൾ ഉണ്ടാക്കിക്കൂടെ? ഒരു വിദേശ സർവകലാശാല ഇവിടെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങുന്നു, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടുന്നുവെങ്കിൽ അതിന് എന്താണ് കുഴപ്പം? അല്ല, അങ്ങനെയല്ല. അത് കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ചു നോക്കൂ. ഡെമോക്രാറ്റിക് ആൻഡ് സെക്യുലർ എഡ്യൂക്കേഷൻ ഉണ്ടാകത്തക്ക രീതിയിലൊരു സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലമുള്ളിടത്ത് ഫൈനാൻസ് ക്യാപിറ്റൽ സ്വാധീനം ചെലുത്തിയാൽ, ഫൈനാൻസ് ക്യാപിറ്റലിന് ഈ ജനാധിപത്യ ചിന്തയില്ല. ഫൈനാൻസ് ക്യാപിറ്റലിന് ഒറ്റ ചിന്തയുള്ളൂ, അതെങ്ങനെ പണം ഉണ്ടാക്കുക എന്നുള്ളത്.
കഴിഞ്ഞ സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ധാരാളം വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നു. പ്രധാനമായും ഒന്ന് SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട്, 2 പാഠപുസ്തകം സമയത്തെത്തിക്കാത്തതുമായി ബന്ധപ്പെട്ട്. അത്തരത്തിലുള്ള പാളിച്ചകൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത ഈ വിദ്യാഭ്യാസ മന്ത്രിക്കുണ്ടാകും. ഒരു സംശയമില്ല. ഇപ്പോൾ തന്നെ ഇന്ന് ഞാനൊരു ടെക്സ്റ്റ് ബുക്ക് പ്രശ്നവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ടെക്സ്റ്റ് ഡിപ്പോയിൽ പോയതാണ്. 15-ാം തീയതി ജൂൺ മധ്യത്തോടുകൂടി ഇത്തവണത്തെ പാഠപുസ്തകം മിക്കവാറും എത്തിച്ചേരും. ഇത്തവണ അത് ചെയ്തത് പ്രിൻറ്റിങ് നടക്കുന്ന സ്ഥലത്തുള്ള വലിയൊരു റീഓറിയൻറ്റേഷൻ കൊണ്ടാണ്. അങ്ങനെയൊന്നും ആയിരുന്നില്ല അതിൻ്റെ സ്റ്റേജ്. അത് വളരെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കായിട്ട് കൃത്യമായിട്ടുള്ള ഡിറക്ഷനിൽ അതിനെ റീഓറിയൻറ്റ് ചെയ്തിട്ടാണ് 15-ാം തീയതി എത്തിക്കുന്നത്. ഇനി ജൂലൈയിൽ പ്രിൻറ്റിങ് ആരംഭിക്കുകയാണ്. അടുത്ത വർഷം ഒരു സംശയവും വേണ്ട, ജൂൺ 1-ന് സ്കൂൾ തുറന്നാൽ അന്ന് സ്കൂളിൽ പുസ്തകം ഉണ്ടാവും. ഒപ്പം നമ്മൾ സംസാരത്തിൻ്റെ ആദ്യത്തിൽ സൂചിപ്പിച്ച സ്കൂളുകളിൽ അധ്യാപകരില്ലാത്ത വിഷയം, പൊതുവിദ്യാലയങ്ങളുടെ കെട്ടിടങ്ങൾ അപര്യാപ്തമാണ് എന്നുള്ള വിഷയം, അവിടെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്ന വിഷയം, ഈ കാര്യങ്ങളിലൊക്കെ സർക്കാർ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വളരെ കൃത്യമായ ദിശാബോധം അതിലുണ്ട്. അതിന് ഒരു കാര്യം പറയാം, അതെല്ലാം വിശദീകരിച്ച് പറയേണ്ടതാണ്. എല്ലാ സ്കൂളുകൾക്കും ഒറ്റ വർഷത്തിനുള്ളിൽ ഈ സർക്കാർ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ സ്കൂളുകൾക്കും മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാ സ്കൂളുകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിച്ച് അപ്പോൾ ഒരു സ്കൂളിന് ക്യാമ്പസിൻ്റെ മാസ്റ്റർ പ്ലാൻ ഉണ്ടെങ്കിൽ നിലവിലുള്ള അവസ്ഥ എന്താണോ അതൊരു ബേസ് ഡാറ്റ ആയിട്ട് നിൽക്കുന്നു. മറ്റൊന്ന് പ്രൊജക്റ്റഡായിട്ട് 10 ഇയറോ അല്ലെങ്കിൽ 15 കൊല്ലം കൊണ്ട് ഇതെങ്ങനെ മാറണം എന്നുള്ള കൃത്യമായ മാസ്റ്റർ പ്ലാൻ, എല്ലാ പോയിൻറ്റും അത് മാസ്റ്റർ പ്ലാനിലേക്ക് തിരിച്ച് ഒരു വലിയ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും. ഈ മാസ്റ്റർ പ്ലാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 5 വർഷമാണ് ഇപ്പോൾ അത് ഏറ്റെടുത്തിരിക്കുന്നതുകൊണ്ട് 5 പാർട്ടായിട്ട് അതിനെ അത് ഫേസ് ചെയ്ത് ഘട്ടം ഘട്ടമാക്കി മാറ്റും. അതിൻ്റെ ഓരോ ഘട്ടത്തിൻ്റെയും എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. ഈ എസ്റ്റിമേറ്റിൽ ആവശ്യമായ പണം, അതാണ് ഏറ്റവും പ്രധാനം, അത് കണ്ടെത്താൻ സർക്കാർ സോഴ്സ് മാത്രം പറ്റില്ല. അങ്ങനെ ശ്രമിച്ചിരുന്നുകൊണ്ടാണ് പലതും ഇപ്പോഴും മോശമായ കെട്ടിടങ്ങളായിട്ട് കിടക്കുന്നത്. മറിച്ച് അവിടെ ഫൈനാൻഷ്യൽ ഇൻ്റഗ്രേഷൻ, സുസ്ഥിര വികസന പദ്ധതി എന്ന് പറഞ്ഞാൽ പുതുക്കാട് നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ അർത്ഥത്തിലാണ്, ഫൈനാൻഷ്യൽ ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഫേസ് ചെയ്ത് ഒരു പാർട്ട് അതിനാവശ്യമായ പണം സർക്കാരിൽ നിന്ന് കിട്ടാം, SSAയിൽ നിന്ന് കിട്ടാം, കേന്ദ്ര സർക്കാരിൻ്റെ പല സ്കീമുകളുടെ അതിൽ നിന്ന് കിട്ടാം, സംസ്ഥാനാവിഷ്കൃത ഫണ്ടിൽ നിന്ന് കിട്ടാം, പഞ്ചായത്തിൽ നിന്ന് എടുക്കാം, ബ്ലോക്കിൽ നിന്ന് എടുക്കാം, ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കിട്ടാം, MLA നിന്ന് കിട്ടാം, MP നിന്ന് കിട്ടാം, സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടാം, OSA സപ്ലൈ ചെയ്യാം, PTA സപ്ലൈ ചെയ്യാം, ചില സ്പോൺസർഷിപ്പുകൾ പ്രയോഗിക്കാം. അപ്പോൾ എത്ര വഴിയായി? ഈ ഫൈനാൻഷ്യൽ ഇൻ്റഗ്രേഷനിലൂടെ ഈ പറയുന്ന 5 കൊല്ലത്തെ ഫേസ് ചെയ്തിട്ടുള്ള മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കാൻ പോവുകയാണ്. ഒരു സംശയവും വേണ്ട, ഈ ദിശയിലൂടെ കേരളം അങ്ങ് പോയാൽ കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എക്സലൻ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതായിട്ട് മാറും. ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം വന്ന ആദ്യത്തെ വിവാദം വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പൽ നിയമനം സംബന്ധിച്ച് അതേക്കുറിച്ച് കൃത്യമായൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും അത് ആ ഫയൽ മുഴുവൻ നോക്കിയാൽ കാണാം. ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. ആ ഫയലിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. സെക്രട്ടറി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആ ഫയലിൽ അവസാനം ഒരു ഒപ്പ് മാത്രമേ ഉള്ളൂ. അതായത് ഫയലിൽ വന്നിട്ടുള്ള ഫയൽ പ്രൊസീജിയർ അറിയാലോ. ഫയൽ പ്രൊസീജിയറിൽ വന്ന് ആ ഫയൽ പ്രൊസീജിയർ നിയമം അനുസരിച്ച് എഡ്യൂക്കേഷൻ സെക്രട്ടറി അടക്കം റിപ്പോർട്ട് ചെയ്തത് ഒപ്പിട്ട, അത് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇത് മാറ്റി മറിക്കുമ്പോഴാണ് മന്ത്രിയുടെ എന്തെങ്കിലും താല്പര്യമോ സർക്കാരിൻ്റെ എന്തെങ്കിലും താല്പര്യമോ അവിടെ നടത്തുമെന്ന് പറയുന്നത്. ഇത് സിമ്പിൾ പ്രൊസീജിയർ, ആ പ്രൊസീജിയർ അങ്ങ് ഫോളോ ചെയ്തു. അല്ല, അതിൽ പ്രൊസീജിയറൽ ലാപ്സസ് ഉണ്ട് എന്നുള്ളതല്ല. ഇടതുപക്ഷ സംഘടനയുടെ നേതാവിനെ, KGOAയുടെ നേതാവിനെ 1 മണിക്കൂർ നേരം പ്രിൻസിപ്പലായി ഇരുത്തി റിട്ടയർ ചെയ്യാൻ അനുവദിക്കുക, സ്വജനപക്ഷപാതം കാണിച്ചു. നെവർ. അങ്ങനെ എത്രയോ പേർക്ക് കൊടുത്തിരിക്കുന്നു. ഡിലേഡ് എന്താ പറയുന്നത്, ഈ മറ്റേ വൈകിയ നീതി. 1 മണിക്കൂറേ കിട്ടിയുള്ളൂ എന്ന് വെച്ചാൽ 1 മണിക്കൂറുണ്ടാ നീതി കൊടുക്കുക. ഭരണകൂടത്തിൻ്റെ ചുമതലയാണ്. 1 മിനിറ്റേ ഉള്ളൂ നീതി കൊടുക്കാൻ. ആ മിനിറ്റിൽ നീതി കൊടുക്കുക. ഇത് ചരിത്രത്തിലെ എല്ലാ നീതിപീഠങ്ങളും പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിഷേധിക്കപ്പെട്ട നീതി കൊടുത്തില്ലെങ്കിലാണ് ഭരണകൂടം കൾപ്രിറ്റ് ആവുക. അവിടെ അതൊരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു? അല്ലല്ല,
നാച്ചുറലായിട്ടുള്ള നിയമപരമായിട്ടുള്ള സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളുടെ ഭാഗമാണ്. നത്തിങ് ടു വിത്ത് ദിസ് പൊളിറ്റിക്സ്. അല്ല, അതിലേക്ക് വേണ്ടി നിലവിലുള്ള പ്രിൻസിപ്പാളിനെ പാലക്കാടേക്ക് മാറ്റി ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്ത് നിയമനം നൽകുക എന്ന ആ പ്രക്രിയ വളരെ പെട്ടെന്ന് നടത്തുക എന്നുള്ളത് നടത്താൻ അത്ര ഒരു സമയമുള്ളൂ initiative എടുക്കുന്നത് കൊണ്ടാണല്ലോ. അത്ര സമയമുള്ളൂ എന്നുള്ളത് മാത്രം പ്രശ്നം. അവിടെയാണ് ഒരു പ്രശ്നം, സംശയം എല്ലാവർക്കും വന്നത്. ഇതൊരു 4 ദിവസം ഉണ്ടായിരുന്നു വെച്ചാൽ സംശയം ആർക്കും വരില്ല. പക്ഷെ ആ 1 മണിക്കൂർ ഉള്ളൂ എന്നുള്ളതിനുള്ളിൽ അത് ചെയ്യണ്ടേ? അത് ചെയ്യേണ്ടത് വിദ്യാഭ്യാസ മന്ത്രിയുടെ നീതി കൊടുക്കും എന്ന് പറഞ്ഞ് നീതി അപ്പം കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ ഇതേ ആൾക്കാർ തന്നെ ചിലപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ നീതി വരുത്തും, വലിയ ഇതൊക്കെ ചെയ്യുമെന്ന് പറയുന്ന ആൾ എന്തേ നീതി കൊടുക്കാൻ ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയണ്ടാവില്ല. ഈ ഉത്തരം പറയണ്ടാവില്ല. അത് നീതി നിഷേധിക്കപ്പെട്ടു, നിർത്തിയില്ല എന്ന് എനിക്ക് പറയാനുണ്ടാവാൻ. നീതി കൊടുക്കണം. ആ ഫയൽ പ്രൊസീജിയർ വളരെ സിമ്പിളാണ്. ആ സെക്രട്ടറി റിപ്പോർട്ട് കണ്ടാൽ അറിയാം. പക്ഷേ എല്ലാ ആളുകൾക്കും, അതായത് അദ്ദേഹത്തിൻ്റെ സമാന യോഗ്യതയുള്ള എല്ലാ ആളുകൾക്കും അതേ നീതി കിട്ടുമോ? ഇവിടെ നിങ്ങൾക്ക് ആഭിമുഖ്യമുള്ള ഒരു സംഘടനയുടെ നേതാവിനല്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന നീതി ലഭിക്കുമായിരുന്നു. ബിയോണ്ട് ഡൗട്ട് കൊടുക്കും. ആരായാലും ഇനിയും കൊടുക്കും. നീതി നിഷേധിക്കപ്പെട്ട ആർക്കും കക്ഷി രാഷ്ട്രീയം നോക്കാതെ തന്നെ നീതി കൊടുക്കും എന്ന കാര്യം ഒരു സംശയവും വേണ്ട. കണ്ടോളൂ വരാൻ പോകുന്ന കാലഘട്ടം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Nucleus Premium Villas and Apartments, Close Encounter. Brought to you by Nucleus Premium Villas and Apartments, Kochi, Kottayam, Thiruvananthapuram. Live life.